friends, welcome to today's session. Let's learn how to talk about our daily routine in English. Describing your routines is one of the simplest and most practical ways to improve your spoken English. You use these sentences every day, so they are easy to remember and practice. ഇന്ന് നമുക്ക് ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പവും പ്രായോഗികവുമായ മാർഗങ്ങളിൽ ഒന്നാണ്. Now let's move on to our morning routines. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നതിന് നമുക്ക് wake up എന്ന് പറയാം. 6 മണിക്ക് എന്നതിന് at 6 AM. സെന്റൻസ് എങ്ങനെയാണ് വരിക? I wake up at 6 AM. ഞാൻ പല്ല് തേക്കുന്നു. I brush my teeth. ഞാൻ കുളിക്കുന്നു. I take a bath. ഞാൻ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. I have breakfast at 8 AM. കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഇവിടെ have എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ നടക്കാൻ പോകുന്നു എന്നതിന് go for a walk. കാലത്ത് എന്നുള്ളതിന് in the morning. സെന്റൻസ് എങ്ങനെ വരും? I go for a walk in the morning. ഞാൻ 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഉച്ചഭക്ഷണത്തിന് ലഞ്ച്. സെന്റൻസ് എങ്ങനെ വരും? I have lunch at 1 PM. ഞാൻ പതിവായി ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയൊരു ഉറക്കം ഉറങ്ങാറുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം എങ്ങനെ പറയും? ആഫ്റ്റർ ലഞ്ച്. ചെറിയ ഒരു ഉറക്കത്തിന് a short nap. പതിവായി യൂഷ്വലി. സെന്റൻസ് എങ്ങനെ വരും? I usually take a short nap after lunch. ഉച്ചയ്ക്ക് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എങ്ങനെ പറയും? I do my work. അല്ലെങ്കിൽ പഠിക്കുന്നു or study. ഇവിടെ അല്ലെങ്കിൽ എന്ന അർത്ഥം വരാനാണ് or ഉപയോഗിച്ചിരിക്കുന്നത്. സെന്റൻസ് in the afternoon I do my work or study. വൈകുന്നേരത്ത് ഞാൻ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നു. വൈകുന്നേരത്ത് എന്നതിന് in the evening. നടക്കാൻ പോകുന്നു എങ്ങനെ പറയും? go for a walk. നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു എന്നതിന് go for a walk or exercise. എങ്ങനെ വരും? I go for a walk or exercise in the evening. എന്റെ ഒഴിവു സമയത്ത് ഞാൻ TV കാണുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുന്നു. ഞാൻ TV കാണുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുന്നു എന്നതിന് I watch TV or read a book. എന്റെ ഒഴിവു സമയത്ത് in my free time. എങ്ങനെ വരും? I watch TV or read a book in my free time. ഞാൻ 8 മണിക്ക് കുടുംബത്തോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുന്നു. രാത്രി ഭക്ഷണത്തിന് ഡിന്നർ എന്ന് പറയാം. എന്റെ കുടുംബത്തോടൊപ്പം with my family. 8 മണിക്ക് at 8 PM. സെന്റൻസ് എങ്ങനെ വരും? I have dinner with my family at 8 PM. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുറച്ചു സമയം ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കാറുണ്ട്. സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുക. എന്റെ മൊബൈലിൽ ഞാൻ കുറച്ചു നേരം ചിലവഴിക്കുന്നു എങ്ങനെ പറയും? I spend some time on my mobile. കിടക്കാൻ പോകുന്നതിന് മുൻപ് before going to bed. അപ്പോൾ സെന്റൻസ് എങ്ങനെ വരും? I spend some time on my mobile before going to bed. ഞാൻ രാത്രി 10 മണിക്ക് കിടക്കാൻ പോകുന്നു. I go to bed at 10 PM. When you describe your routine, it's good to include words like usually, sometimes, always, etc. For example, I usually wake up early. എന്നാൽ ഞാൻ പതിവായി നേരത്തെ എഴുന്നേൽക്കുന്നു. ഞാൻ രാത്രിയിൽ ചിലപ്പോൾ TV കാണാറുണ്ട് എങ്ങനെ പറയും? I sometimes watch TV at night. These words make your sentences more natural. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുക വഴി നിങ്ങളുടെ വാചകങ്ങൾ കൂടുതൽ നേച്ചുറൽ ആയി മാറും. വേറെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി ഇത്തരം വാചകങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. തന്നിരിക്കുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. Talking about your daily routine is an easy way to practice English because these are things you do every day. Try to describe your routine with the help of the sentences we discussed. തന്നിരിക്കുന്ന വാചകങ്ങളുടെ സഹായത്തോടുകൂടി നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ ശ്രമിച്ചു നോക്കുക. Keep practicing and I will see you in the next session with more useful lessons. Thank you for watching. Have a great day.